ഈ അംബ്രോത്താമ എന്ന് പറഞ്ഞ ബ്രാൻഡ് നീ തുടങ്ങി അത് ഫെയിലായി പോയില്ലെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവരോടെങ്കിൽ പറയാനുള്ളത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഇത് ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആവുമെന്ന് നമുക്കറിയില്ലല്ലോ. വർക്കൗട്ട് ആയില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും നിർത്തില്ല. അത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഉള്ള സമയത്ത് എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ടൈം കണ്ടെത്തിയതിനു വേണ്ടി ഞാൻ വെറുതെ വീഡിയോസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടി മാർക്കറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. തോറ്റാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും. ബട്ട് എനിക്കിപ്പോൾ ഒരു 10 സെയിൽ കിട്ടിയാലും അതൊരു ബോണസായിട്ട് കാണുന്നതാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പൽപ്പൊടി, പിന്നെ ഷൂസ്, ക്യാപ്സ്, ടീഷർട്ടുകൾ, ജ്വല്ലറീസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് നമ്മുടെ ഒരു സർവീസായിട്ട് കൊടുക്കുക. അതായത് നമ്മളെ ചാരിറ്റി ഒന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ ആളുകൾക്ക് ഗുണമുള്ള പൽപ്പൊടി, അതിന് കെമിക്കൽസ് ഇല്ല, നല്ലതാണ് ആളുകൾക്ക്. അതുവരെ യൂസ്ഫുൾ ആയുള്ള അഫോർഡബിൾ റേറ്റിൽ കുറേ കാര്യങ്ങൾ കൊടുക്കണം. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി വരുമ്പോൾ അതിൻ്റെതായ പ്രൈസ് അതും അഫോർഡബിൾ ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂടി മെച്ചമാണ്. അപ്പോൾ അതുകൊണ്ട് സർവീസായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ഞാൻ എപ്പോഴും ഇത് സക്സസ് ഓവർനൈറ്റ് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വർക്കൗട്ട് ആയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടെന്നേ. ഉണ്ടാകാതെ തോറ്റു കൊടുക്കണതിന് നല്ലതൊന്നും ശ്രമിച്ചെങ്കിലും നോക്കുന്നതാണ്. കാരണം ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിലൊക്കെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ വിറ്റിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഒരു ഷോപ്പായിട്ട് കണക്ഷൻ ഉണ്ടായി, അവരെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഡയറക്റ്റായിട്ട് വിറ്റിട്ടുണ്ട്. പ്രോപ്പർട്ടീസിൽ റെൻറ്റിന് കൊടുക്കാനുള്ള പരിപാടികൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പട്ടപ്പടപടേന്ന് റെൻറ്റിന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കതൊരു എക്സ്പീരിയൻസാണ്. സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു കാര്യം കച്ചവടമായി പോയി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടിക്കറ്റ് നമ്മൾ റെഡിയാക്കി ആ ടിക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിലേറെ സന്തോഷമാണ്.